എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ ഒരു വെണ്ടയ്ക്ക പുളി എങ്ങനെ ഉണ്ടാക്കണം നോക്കട്ടോ. അല്ലെങ്കിൽ ഞാൻ കുറച്ച് വെണ്ടയ്ക്ക എടുത്തിട്ട് കഴുകിയിട്ട് രണ്ട് സൈഡും കട്ട് ചെയ്ത് ഇതേപോലെ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ഇതെങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അതിലേക്ക് ഒരു മൺചട്ടി അടുപ്പിലേക്ക്. അപ്പം ഞാനിവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. എണ്ണ ഇപ്പോൾ ചൂടായിട്ടുണ്ട് കേട്ടോ. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് വറ്റൽമുളക്, ഒരു നുള്ളു ഉലുവ ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില. ഇതിന് ഒരു 10-15 ചെറിയ ഉള്ളി ചേർക്കുന്നുണ്ട് കേട്ടോ. പച്ചമുളക് 2-3 പച്ചമുളക് ചേർക്കുന്നുണ്ട്. ഒരു 8-10 അല്ലി വെളുത്തുള്ളി ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് നുറുക്കിയത്. ഇതൊന്ന് വഴഞ്ഞ് വരയ്ക്കുന്നത്. ഉള്ളി ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. അതിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റാട്ടോ. വെണ്ടയ്ക്കയുടെ ഒരു വഴുവഴുപ്പുണ്ടല്ലോ, അത് പോകുന്നവരൊന്ന് വഴറ്റിയെടുക്കണം. അത് വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനൊരു തക്കാളി ചേർക്കുന്നത്. അപ്പോൾ അത് തക്കാളിയൊക്കെ നന്നായിട്ട് മാഷായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ മല്ലിപ്പൊടി കുറച്ച് ഉണ്ട്, അതുകൊണ്ടാട്ടോ കുറച്ച് ചേർക്കുന്നു. നിങ്ങൾക്കൊരു 2 ടീസ്പൂണൊക്കെ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ. മുളക് പൊടി ഒരു 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടികളുടെ പച്ചമണം ഒന്ന് പോകുന്നവരൊന്ന് വേണ്ട. അത് പൊടികളൊക്കെ നന്നായിട്ട് പച്ചമണം പോയിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ട് നന്നായി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. നിങ്ങളുടെ ഗ്രേവിക്ക് അനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കും. ഞാനൊരു 2 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്, നോക്കിയിട്ട് ചേർത്താൽ മതി. ഇതൊന്ന് നന്നായി തിളച്ച് വരട്ടെ. വെണ്ടയ്ക്കൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത്. ഇതിലേക്ക് എന്നിട്ട് 1/4 കപ്പ് തേങ്ങ എടുത്തിട്ട് നന്നായി അരച്ചെടുക്കണം. നന്നായി അരച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് പുളി ഒഴിച്ചിട്ട് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾക്ക് അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് തേങ്ങ കേട്ടോ അരച്ചിരിക്കുന്നതിന്. കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്നും കൂടി മിക്സിയുടെ ജാറൊന്ന് കഴുകിയെടുക്കാം. ഇതൊന്ന് നന്നായി തിളച്ചേറ്റ്. ഉപ്പൊക്കെ ഒന്ന് നോക്കട്ടെ. ഉപ്പ് കറക്റ്റായിട്ടുണ്ട് കേട്ടോ. ഒന്ന് തിളക്കട്ടെ. വെണ്ടയ്ക്ക പുളി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ.
അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങളും കൂടി ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അറിയിപ്പിക്കണേ. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും താങ്ക് യു.